നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും. യൂറിക് ആസിഡ് എത്ര അളവിൽ കൂടുതലായാലാണ് നാം ചികിത്സിക്കേണ്ടത്. ഈ യൂറിക് ആസിഡ് ഇത്ര അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർബൺ മെഡിക്കൽ സെൻ്റർ പാലാ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന യൂറിക് ആസിഡിൻ്റെ ശരീരത്തിലെ സാധാരണ അളവ് എത്രത്തോളം കൂടുതലായാലാണ് നമുക്ക് ചികിത്സിക്കേണ്ടത്, അത് യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിലെ നോർമൽ യൂറിക് ആസിഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിലാണെങ്കിൽ 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ മുകളിലും സ്ത്രീകളിലാണെങ്കിൽ 6 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ മുകളിലുമാണ് നാം ചികിത്സിക്കേണ്ടത്. അത് എല്ലാവരിലും ചികിത്സ ആവശ്യമില്ല. പലപ്പോഴും യൂറിക് ആസിഡ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനും അല്ലെങ്കിൽ മീറ്റ് അങ്ങനെ പല സാധനങ്ങളുടെ ഒരു ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റാണ്, പ്യൂരിൻ്റെ ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റായിട്ട് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. അത് നോർമലി മൃഗങ്ങൾക്ക് അതൊന്നുകൂടെ യൂറിക് ആസിഡ് എൻസൈം വെച്ച് അതൊന്നുകൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പുറന്തള്ളും. നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് എന്ന എൻസൈം ഇല്ലാത്തതുകൊണ്ട് യൂറിക് ആസിഡ് ഒരു വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് കിഡ്നി നോർമലി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. നോർമലി നമ്മുടെ ശരീരത്തിൽ ഒരു 600 മില്ലിഗ്രാം 600 തൊട്ട് 700 മില്ലിഗ്രാം വരെ യൂറിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ 200 മില്ലിഗ്രാം 30% യൂറിക് ആസിഡ് നമ്മുടെ ഗട്ട്, അതായത് ഇൻറ്റസ്റ്റൈൻ, കുടൽ വഴിയാണ് പുറന്തള്ളപ്പെടുക. ബാക്കിയുള്ളത് 500 മില്ലിഗ്രാമോളം കിഡ്നിയാണ് പുറന്തള്ളുന്നത്. പലപ്പോഴും ഇത് കിഡ്നിയുടെ പ്രവർത്തനം കുറവ് മൂലമോ എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസ് വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ ഇത് പുറന്തള്ളാൻ വരുന്നതുകൊണ്ടാണ് യൂറിക് ആസിഡിൻ്റെ അളവ് ശരീരത്തിൽ കൂടുക. അപ്പോൾ ആരെല്ലാമാണ് യൂറിക് ആസിഡ് നമ്മൾ ചികിത്സിക്കേണ്ടത്? നമുക്കറിയാം യൂറിക് ആസിഡ്, അതായത് ക്യാൻസറോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്നവർക്ക് യൂറിക് ആസിഡ് കൂടിയ കുഴപ്പമാണ്. കിഡ്നി ഫെയിലിയർ പേഷ്യൻസ്, ഇപ്പം ഡയബറ്റീസ് കൂടി കിഡ്നി ഫെയിലിയർ, അല്ലാത്ത കിഡ്നി സംബന്ധമായ പ്രവർത്തനം കുറവുള്ളവർക്ക് നമുക്ക് യൂറിക് ആസിഡ് കുറച്ചേ പറ്റൂ. അതുകൂടാതെ ഗൗട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസ്, ജോയിൻസിനൊക്കെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ അടിഞ്ഞുകൂടി വേദന നീരുകളൊക്കെ യൂറിക് ആസിഡ് കുറച്ചേ പറ്റും. കൂടാതെ യൂറിക് ആസിഡ് അളവ് ഒത്തിരി കൂടുതൽ, അതായത് പുരുഷന്മാരിലാണെങ്കിൽ 12 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, സ്ത്രീകളിലാണെങ്കിൽ 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ അളവ് കൂടുതലാണ്. നമ്മൾ തീർച്ചയായും നിർബന്ധമായിട്ടും ചികിത്സിച്ചേ പറ്റും. യൂറിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? യൂറിക് ആസിഡ് നമുക്കറിയാം ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്, അതായത് ശരീരത്തിലെ ടോക്സിക്കുള്ള സാധനങ്ങളെ ഓക്സിഡൈസ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് നല്ലതാണെന്ന് പറയാം. എന്നിരുന്നാൽ പോലെ യൂറിക് ആസിഡിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് സെല്ലിൻ്റെ പുറത്താണ് ഇത് ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ സെല്ലിൻ്റെ അകത്തേക്ക് യൂറിക് ആസിഡ് വന്നു കഴിയുമ്പം അതൊരു പ്രോ ഇൻഫ്ലമേറ്ററി എന്ന് പറയും. അതായത് നമുക്ക് കൂടുതലായിട്ട് അതൊരു പ്ലേറ്റഡ് അടിഞ്ഞുകൂടാനും അഗ്രിഗേഷൻ ഉണ്ടാകാനും നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒക്കെ ഇടയാക്കുന്നൊരു ഘടകമാണ്. അങ്ങനെ നമുക്ക് പ്രഷർ, ഷുഗർ അങ്ങനെയൊക്കെയുള്ളവർക്ക്, അതായത് കാർഡിയോവാസ്കുലർ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ, സ്ട്രോക്ക് വരാനൊക്കെ ഒരു കാരണക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെപ്പറ്റിയൊക്കെയുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലെ യൂറിക് ആസിഡ് ഒരു 7 അല്ലെങ്കിൽ 6 ആണെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ ചികിത്സിക്കേണ്ട കാര്യമില്ല. ഞാനീ പറഞ്ഞ കാര്യം, അതായത് ക്യാൻസർ, കീമോതെറാപ്പി 12 മില്ലിഗ്രാമിൽ കൂടുതൽ പുരുഷന്മാരിൽ, 10 മില്ലിഗ്രാമിൽ കൂടുതൽ സ്ത്രീകളിൽ, അങ്ങനെയൊക്കെ അളവിലുണ്ടെങ്കിൽ മാത്രമേ യൂറിക് ആസിഡ് നമ്മൾ നോർമലായി ചികിത്സിക്കേണ്ടതുള്ളൂ. പിന്നെ യൂറിക് ആസിഡ് നമുക്ക് പലപ്പോഴും നമ്മൾ ആരിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിസ്, അപ്പം ടൈപ്പ് 2 ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ രോഗികൾ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ മറ്റേ ഹാർട്ട് അറ്റാക്കിന് ചാൻസ് ഉള്ള അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ, ഇവരെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് യൂറിക് ആസിഡ് ചികിത്സിക്കണം. പിന്നെ പലപ്പോഴും ആൾക്കാർ ചോദിക്കും യൂറിക് ആസിഡ് ഉള്ളവർക്ക് കാൽഷ്യം ഗുളിക കഴിക്കാൻ പറ്റുമോ? അപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസും നമുക്ക് കാൽഷ്യം യൂറേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ്, ഇതെല്ലാം കാൽഷ്യങ്ങളുടെ കൂടിയാണ് ഒരു സ്റ്റോൺ ഉണ്ടാകുക, അല്ലെങ്കിൽ യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിഡ്നി സംബന്ധമായ സ്റ്റോണുകളുണ്ട്, അവരോട് നമ്മൾ പറയും കാൽഷ്യം അളവ് കുറച്ച് കഴിക്കുക, കാരണം സ്റ്റോൺ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ യൂറിക് ആസിഡ് ഉള്ളവർക്ക് കാൽഷ്യം ഗുളിക നമുക്ക് ചെറിയ അളവിൽ കഴിക്കാം. എന്ന് വെച്ചാൽ അതുകൊണ്ട് കാൽഷ്യം ഗുളിക കഴിച്ചുകൊണ്ട് യൂറിക് ആസിഡ് ഗുണം, കാരണം യൂറിക് ആസിഡിൻ്റെ കാൽഷ്യത്തിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ് അല്ല യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് നമുക്കറിയാം പ്യൂരിൻ അല്ലെങ്കിൽ ബോഡിയിലെ മറ്റുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് എന്ന വേസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ യൂറിക് ആസിഡ് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്, അപ്പം കിഡ്നിക്ക് ചില പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ലിവറിൻ്റെ ചില പ്രവർത്തനക്ഷമത, ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേണം യൂറിക് ആസിഡ് അളവിൽ ബ്ലഡിൽ കൂടുതലായിട്ട് കൂടുകയും അത് പുറന്തള്ളപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ആശുപത്രി ഒരു ക്ലിനിക്ക് വന്ന് ഡോക്ടറുടെ രോഗികൾ എൻ്റെ യൂറിക് ആസിഡ് 8 ഉണ്ട് അല്ലെങ്കിൽ 10 ഉണ്ട്, ഡോക്ടറെ ഞാൻ മരുന്ന് കഴിക്കണോ? അപ്പോൾ
അപ്പോൾ നമ്മളവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഗൗട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻസിന് വേദനയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള പ്രഷർ, ഷുഗർ, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ തടിയോ അമിതവണ്ണം, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി, ഹാർട്ട് അറ്റാക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും, അത് കുറയ്ക്കണം. അല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ അളവിൽ 12 മില്ലിഗ്രാമിൽ കൂടുതൽ പുരുഷന്മാരിലും 10 മില്ലിഗ്രാമിൽ കൂടുതൽ സ്ത്രീകളിലും അളവ് കൂടുതലാണെങ്കിൽ കഴിച്ചാൽ മതി. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മൾ ചില സാഹചര്യങ്ങളിൽ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആൾക്കാർ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല, അപ്പോൾ അവരോട് നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് യൂറിക് ആസിഡ് കൂടുതലുണ്ട് കഴിച്ചോളാൻ പറഞ്ഞാൽ അത് നമുക്കറിയാം ഒത്തിരി എക്കണോമിക് ബർഡൻ, നമുക്കറിയാം അവരുടെ സാമ്പത്തിക പൈസ നഷ്ടപ്പെടാൻ ഇടയാക്കും. അത് ലോങ് ടൈമായിട്ട് അവർക്കൊരു പിൽ ബർഡൻ, ഒരുപാട് ഗുളികൾ കഴിക്കേണ്ട ഇടയാക്കും. അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ കാലങ്ങളിൽ തന്നെ യൂറിക് ആസിഡ് സംബന്ധമായ നമ്മൾ മരുന്ന് കഴിക്കേണ്ട എപ്പോഴും ഒരു ഡോക്ടർ, നമ്മൾ കാണുന്ന ഡോക്ടർ ഫിസിഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാനിത് കഴിക്കേണ്ട ആവശ്യമുണ്ട്, ഇത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്, എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴത്തെ വെച്ച് ഞാനിത് കുറച്ചാൽ എനിക്കെന്താണ് ഗുണം എന്നതിനെപ്പറ്റി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ യൂറിക് ആസിഡുമായിട്ടുള്ള മരുന്ന് കഴിക്കാവൂ. താങ്ക് യു.